ആരോമലാണ് നിൽക്കുന്നത്. കട്ടപ്പനയിലാണ്. കട്ടപ്പനയിൽ നിന്ന് പുളിയമ്മല വരെ വന്നപ്പം ഒരു നല്ല ഭംഗിയുള്ള സ്ഥലം കണ്ടപ്പോൾ നിന്നാണ്. അതുകൊണ്ട് എൻ്റെ പുറകിൽ കാണുന്ന സ്ഥലം കണ്ടോ, ഒരു വലിയൊരു കുന്നാണ് ആ കാണുന്നത്. ഇങ്ങനെ ഒരു ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ ഒരു കുന്നാണ്. നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഇവിടെ നോക്കാൻ നേരം നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ഇറങ്ങി നിന്നാണ്. ഉണ്ടോ ഇങ്ങനെ ഒരു താഴ്വാരം പോലെ ഇങ്ങനെ താഴ്ന്നു വന്ന് അത് പിന്നെ വേറൊരു കുന്ന്. ആ കുന്ന് നമുക്ക് കട്ടപ്പന എന്നാലും കാണാം. ഇത് താഴ്ഭാഗത്തൊക്കെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ചെറിയ ഏലത്തോട്ടമൊക്കെ കാണാം. ഏലത്തോട്ടമൊക്കെ ഉണ്ട്. നമ്മൾ നിൽക്കുന്നത് കട്ടപ്പനയിൽ നിന്ന് പുളിയമ്മലയ്ക്ക് പോകുന്ന വഴിക്കാണ്. ഇവിടെ ഇങ്ങനൊരു വളമുണ്ട്. പുളിയമ്മലയ്ക്ക് അടുത്താണ്, ഏകദേശം അടുത്ത് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിന് തൊട്ട് താഴെ നമുക്ക് കട്ടപ്പന കാണാം, ചെറുതായിട്ട് കാണത്തുള്ളൂ. ഞാൻ ഇതിൻ്റെ താഴെ ഒരു ചെറിയ ഏരിയ ഉണ്ട്, നമുക്ക് കട്ടപ്പന ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നൊരു ഏരിയ ഉണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഒന്നുകൂടെ നമുക്ക് കാണിക്കാൻ പറ്റുമോ നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ മല കണ്ടപ്പോൾ നിർത്തിയതാണ്. നല്ലൊരു കുന്നല്ലേ ഇത്. നമുക്ക് ദൂരെ നിന്ന് കാണാനേ ഇത്രയും ഭംഗിയുള്ളൂ. അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ ഇത്രയും ഭംഗി ഉണ്ടാവില്ലായിരിക്കും. അതുകൊണ്ട് ഇവിടെയൊക്കെ നല്ല പച്ചപ്പ് നിറഞ്ഞൊരു മഞ്ഞാണ്. മഞ്ഞ് ഇപ്പോൾ കാണാനില്ല. മഞ്ഞ് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇവിടെ നല്ലതായിട്ട് മഞ്ഞൊക്കെ കയറി മൂടുന്നു തോന്നുന്നു. ഞാൻ ഇതൊക്കെ കാണിക്കുന്ന ഇടുക്കിയിലെ ഞങ്ങളുടെ വളരെ മനോഹരമായ സ്ഥലങ്ങൾ ഇടുക്കിയിലുള്ളവർക്ക് അറിയാവുന്നതായിരിക്കാം. ഇടുക്കി പുറത്തുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയാണ് ഇതൊക്കെ കാണിക്കുന്നത്. താഴെ ഞാൻ കട്ടപ്പനയുടെ എങ്ങനെയാണ് കട്ടപ്പന എന്നുള്ളത് മൊത്തം ഒന്ന് കാണിക്കാം. കട്ടപ്പനയുടെ ഓവറോൾ ഒരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ഇതിൽ നേരെ താഴേക്ക് പോകാം. നമ്മൾ കട്ടപ്പനയിൽ നമ്മൾ നിന്ന വളവിന് മണ്ടയിൽ താഴെ ഒരു വളവ് ഉണ്ടെന്ന് ഓർത്ത് വന്നായിരുന്നു. 2 വളവുണ്ടെന്ന് ഓർത്തായിരുന്നു. വളവ് പാളിപ്പോയി ഗൈസ്. അവിടെ വളവില്ലായിരുന്നു. നമ്മളിപ്പം കട്ടപ്പന ടൗണിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ കാണിക്കാമെന്ന് ഓർത്താണ് അവിടെ നമ്മൾ നിന്നത്. പക്ഷേ അവിടെ അങ്ങനെ ഒരു വളവില്ലായിരുന്നു. നമ്മൾ താഴെ ഇറങ്ങി വന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കട്ടപ്പന ടൗണിലാണ്. കട്ടപ്പന നമ്മൾ പുളിയമ്മല കട്ടപ്പന റോഡിലാണ് നിൽക്കുന്നത്. ഓറഞ്ച് എന്ന് പറയുന്നൊരു ഹോട്ടലൊക്കെ ഉണ്ട്. റെസ്റ്റോറൻറ്റ് അടുത്തായിട്ട് നമ്മൾ നിൽക്കുന്നത്. ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല. ഇന്നലെ നല്ല കണ്ടന്റുകളൊന്നും കിട്ടിയില്ലായിരുന്നു. നല്ല ഇവിടെ ഇന്നലെ പോയില്ല. ഇന്നലെ വീട്ടിൽ തന്നെ ഇച്ചിരി പ്രോഗ്രാമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ അങ്ങോട്ട് പോയില്ല. അതുകൊണ്ടാണ് മെയിനായിട്ട് വീഡിയോ ഇടായിരുന്നു. പിന്നെ തുടർന്ന് നമ്മൾ ഇപ്പോൾ കട്ടപ്പനയ്ക്ക് വരാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടിട്ട് നമ്മൾ എറണാകുളത്ത് വണ്ടി ഓടിക്കുകയായിരുന്നു എന്ന് വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കണ്ടിട്ടൊരു ആളെന്നെ കട്ടപ്പന നമ്മുടെ നാട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഫ്രീ ആണെങ്കിൽ നമ്മുടെ ഇവിടെ വണ്ടി ജോലിക്ക് കയറാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആളെ ഒന്ന് മീറ്റ് ചെയ്യാനായിട്ടാണ് വന്നത്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആളെ നമുക്ക് വിളിച്ചതാണ് നമ്മൾ. അപ്പോൾ ആളെ ഒന്ന് കാണണമായിരുന്നു. അപ്പോൾ അങ്ങനെയുണ്ട് നമ്മളിനി കട്ടപ്പന സ്ഥിരം ഇവിടെ ജോലിക്ക് കയറാം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അങ്ങനെയുണ്ട് നമുക്കിനി ഈ ഒരു ഏരിയയിൽ നമ്മൾ കട്ടപ്പന, നെടുങ്കണ്ടം, അതുപോലെ കുമളി ആ സൈഡിലേക്കൊക്കെ നമ്മൾ പോകണമാണ്. വണ്ടി ട്രാവലറാണ്, വണ്ടി ഓടിക്കാനാണ്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുണ്ട് നമുക്ക് അവിടെയൊക്കെ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങൾ നമുക്ക് വീഡിയോ എടുത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്കൊക്കെ ചെയ്ത സപ്പോർട്ട് പോലെ തന്നെ എല്ലാവരും ഇനി സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മുന്നോട്ടുള്ള എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാവണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. 5 വട്ടം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എന്തായാലും ഓക്കെ, ശരി, അടുത്ത വീഡിയോ കാണാം.